UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ മുന്നറിയിപ്പുമായി സമസ്ത AP വിഭാഗം നേതാവ് സുലൈമാൻ സഖാഫി മാളിയേക്കൽ. ജമാഅത്തെ ഇസ്ലാമി ബന്ധം UDF ഉപേക്ഷിക്കണം. ജമാഅത്തിനെ ഒപ്പം കൂട്ടുന്നവർ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. CPM അതുപോലെ CPM ഉൾക്കൊള്ളുന്ന ഇടത് ജനാധിപത്യ മുന്നണി മതേതര സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഏതെങ്കിലും ഒരു UDFനെയും അങ്ങനെ ഒരു മതേതര വിരുദ്ധ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധ സംവിധാനമായി ഞങ്ങൾ കരുതുന്നില്ല. പക്ഷേ അങ്ങനെയൊക്കെ അവർ ധരിക്കപ്പെടാനും വായിക്കപ്പെടാനും ഒക്കെ ജമാഅത്തെ ഇസ്ലാമി കാരണമാവും. സുന്നികളാണ് കേരളത്തിലും മുഖ്യധാരാ മുസ്ലിമീങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിറവി തൊട്ട് തന്നെ അതിനെ എതിർത്ത് പോന്നിട്ടുണ്ട്. ആ നിലപാടിലേക്ക് CPM ഇപ്പോൾ ഏതായാലും പൂർണ്ണമായി എത്തിയിട്ടുണ്ട്. UDFും ആ നിലപാടിലേക്ക് വരണം. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ട് ആർക്കും ഒന്നും നേടാനില്ല. അതേസമയം നഷ്ടങ്ങൾ ചിലപ്പോൾ ഭയാനകമായിരിക്കും. ഒരു പ്രതികരണം കൂടി നമുക്ക് കാണാം. മൗദൂദിയുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വിശദീകരണം തട്ടിപ്പാണെന്നും സുലൈമാൻ സഖാഫി നേരത്തെ പറഞ്ഞു. ആ പ്രതികരണം കൂടി കാണാം. മൗദൂദിയുടെ ഈ മതരാഷ്ട്രവാദങ്ങൾ ഉൾക്കൊള്ളുന്ന തീവ്രവാദ സമീപനങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാ പുസ്തകങ്ങളും കേരളത്തിൽ വാസ്തവത്തിൽ മൗദൂദിയുടെ പുസ്തകങ്ങൾ കേരളീയർ പരിചയപ്പെടുന്നത് തന്നെയും ജമാഅത്തെ ഇസ്ലാമി അത് പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ടാണ്. ഭരണമില്ലാത്ത മതത്തിന് ഇസ്ലാമിന് അടിസ്ഥാനമില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന കാഴ്ചപ്പാട്. ഭരണമില്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ആ നാട്ടിൽ മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നിടത്തു നിന്നാണ് മതരാഷ്ട്രവാദത്തിൻ്റെ ഏറ്റവും ദുരന്തപൂർണമായ മുഖം ആരംഭിക്കുന്നത്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും കേരള മുസ്ലിം ജമാഅത്തും കാലങ്ങളായി എതിർത്തു പോകുന്നത് ഈ വാദത്തെയാണ്. നേരത്തെ നമ്മൾ കേട്ടു AP വിഭാഗം നേതാവ് UDF ജമാഅത്തെ ഇസ്ലാമിയുമായി നടത്താൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി വന്ന വാർത്തകളെ വിമർശിച്ചുകൊണ്ടും അത് UDFന് ഗുണം ചെയ്യില്ല, ദോഷം ചെയ്യുമെന്നുള്ള ഉപദേശം നൽകുന്നു. ഇത് രണ്ട് ധ്രുവങ്ങളിലായിട്ട് വർഗീയമായി ഒരു ചേരിതിരിവുണ്ടാകുന്ന രീതിയിലേക്കാണോ തെരഞ്ഞെടുപ്പിന് മുൻപ് കാര്യങ്ങൾ പോകുന്നത്? രാജീവ്, ഇപ്പോൾ കാന്തപുരം വിഭാഗം നേതാവ് സമസ്ത നേതാവ് സൂചിപ്പിച്ചത് ഈ UDF നേതാക്കന്മാർ, പ്രത്യേകിച്ചും K മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ, കഴിഞ്ഞ ദിവസം ലീഗ് നേതാവ് പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ജമാഅത്തെ ഇസ്ലാമിയുമായി തങ്ങൾക്ക് നല്ല ബന്ധമാണുള്ളത്, കുറേ കാലങ്ങളായി നല്ല ബന്ധമാണുള്ളത്, ജമാഅത്തിന്റെ വോട്ട് പോലും നേടിയെന്നാണ്, ജയിച്ചുവെന്നാണ്, വട്ടിയൂർക്കാവിൽ ജയിച്ചുവെന്നാണ് K മുരളീധരൻ പറഞ്ഞത്. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത്, ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്, സാമൂഹ്യപരമായ അവർ കൂടുതൽ വിസിബിലിറ്റി നൽകുന്നത് അപകടകരമായ സാഹചര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കാന്തപുരം വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്തമായ നിലപാടുകൾ എടുത്തപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയെ ശക്തിയുത്രം എതിർത്ത് പോന്നിരുന്നത് കേരളത്തിലെ സുന്നി സംഘടനകളാണ്. ഈ വിഭാഗം സുന്നികളുമാണ്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് കൂടുതൽ രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഇപ്പോഴത്തെ ശ്രമം, ഇപ്പോഴത് UDF ആണ് ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. സുലൈമാൻ സഖാഫി മാളിയേക്കൽ സമസ്ത നേതാവാണ്, കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അത് വലിയ വില UDF അല്ലെങ്കിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സഖ്യം അവർ കൊടുക്കേണ്ടി വരും. കേരളത്തിലെ സുന്നി സമൂഹം മൊത്തം ഒരുമിച്ച് അതിനെ എതിർക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അതിന് പിന്നാലെ പറയുന്നുണ്ട്, ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ 3 മാസം നീണ്ടു നിൽക്കുന്ന ശക്തമായ ക്യാമ്പയിൻ ഇപ്പോൾ സമസ്ത AP വിഭാഗം തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സുന്നി സംഘടനകളിൽ പ്രബല സുന്നി സംഘടനയായ സമസ്ത EK വിഭാഗവും സമാനമായ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ശക്തമായ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി സമൂഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ഇപ്പോൾ വീണ്ടും ഒരു മുഖ്യധാരയിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമത്തിനെതിരെ അതിശക്തമായ ക്യാമ്പയിനുമായി രംഗത്ത് വരാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കുമായി സഖ്യമുണ്ടാക്കുക അല്ലെങ്കിൽ അവരുമായി ചേർന്ന് നിൽക്കുന്ന UDFന് അത് ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം.